ലോജിക് ഇൻസ്ട്രക്ഷൻസ്. ഈ ലോജിക് ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ സിംഗിൾ ഓപ്പറൻഡ് ഓപ്പറേഷൻസ് ആണ്. ഇതിൽ ആദ്യത്തേത് ക്ലിയർ ആണ്. ക്ലിയറിൻ്റെ ഷോർട്ട് ഫോമായ CLR ആണ് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ക്ലിയർ ഇവിടെ നമ്മൾ അക്യുമുലേറ്റർ എന്ന് കൊടുക്കുക. സോ ക്ലിയർ CLR എന്ന് കൊടുത്താൽ അക്യുമുലേറ്ററിൽ ഏത് നമ്പർ ഉണ്ടെങ്കിലും അത് 0 ആയി മാറും. സോ അത് ക്ലിയർ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ 10 ആണെങ്കിൽ 0 ആവും. ഏത് നമ്പർ ഉണ്ടെങ്കിലും അത് 0 ആക്കിയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതേപോലെ അക്യുമുലേറ്ററിന് പകരം ഏതെങ്കിലും ഒരു അഡ്രസ്സ് കൊടുത്താലും ആ അഡ്രസ്സിലുള്ള ഡാറ്റ 0 ആയി നമുക്ക് ക്ലിയർ ചെയ്യാം. ക്ലിയർ ഉദ്ദേശിക്കുന്നത് ഐറ്റം 0 ആയി മാറും പറഞ്ഞിട്ടാണ്. ഇനി സെറ്റ് B സെറ്റ്സ് എനി ഡയറക്റ്റ് ബിറ്റ് അഡ്രസ്സിബിൾ ബിറ്റ് ടു 1. ഏതെങ്കിലും ഒരു ഇപ്പോൾ നമുക്ക് ക്യാരി ഫ്ലാഗിലുള്ള 1 അല്ലെങ്കിൽ 0 അതിന് നമുക്ക് സെറ്റ് ചെയ്യണം. അവിടെ 0 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സെറ്റ് ചെയ്യണം, 1 ആയി ചേഞ്ച് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് സെറ്റ് B. ഇതൊരു സിംഗിൾ ബിറ്റ് അഡ്രസ്സാണ്. ഏതെങ്കിലും ഒരു ബിറ്റിൻ്റെ നമ്പേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് CPL is used to complement the content of a register without affecting any flag or any direct addressable bit location. അക്യുമുലേറ്ററിലുള്ള നമ്പേഴ്സിനാണ് കോംപ്ലിമെൻറ്റ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ബാക്കി ഇവിടെ ഒന്നും ഒരു എഫക്റ്റും ഇല്ലാതെ അക്യുമുലേറ്ററിലുള്ള നമ്പേഴ്സിന് മാത്രമാണ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്പേഴ്സായിട്ട് മാറ്റുന്നത്. 0 എവിടെയുള്ള 0 ഉണ്ടോ അതൊക്കെ 1 ആയിട്ടും 1 ഉള്ളതെല്ലാം 0 ആയിട്ടാണ് അത് ഇൻ്റർചേഞ്ച് ചെയ്യും. അതാണ് യൂസ് ചെയ്യുന്നത് കോംപ്ലിമെൻറ്റിൻ്റെ ഷോർട്ട് ഫോമായ CPL. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന RL, RLC, RR, RRC, സ്വാപ്പ്. ഇങ്ങനെ 5 ഓപ്പറേഷൻ അല്ലെങ്കിൽ 5 ഇൻസ്ട്രക്ഷൻ സെറ്റാണ് ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ RL പറയുമ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ്, RR ഉദ്ദേശിക്കുന്നത് റൊട്ടേറ്റ് റൈറ്റ്, RLC പറയുമ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. RRC പറയുമ്പോൾ റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി. സ്വാപ്പ് പറയുമ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ് ഫോർ RLC and RRC carry flag becomes equal to the last bit rotated out. Swap rotates A left 4 places, exchange bit 3 through 0 and bit 7 through 4. സ്വാപ്പ് പറയുമ്പോൾ ആ ബിറ്റ് തമ്മിലുള്ള ഇൻ്റർചേഞ്ചിങ് ആണ്. ലാസ്റ്റ് വൺ ഫസ്റ്റ് വരെ, ഫസ്റ്റ് വൺ ലാസ്റ്റ് വരെ, അങ്ങനെ സ്വാപ്പിംഗ് ആണ്. ബാക്കിയെല്ലാം റൊട്ടേറ്റ് റൈറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് നമ്മുടെ വിത്ത് ക്യാരിയാണ് ചെയ്യുന്നത്. പ്രോഗ്രാം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിനെയും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇതിൻ്റെ എക്സ്പാൻഷനൊക്കെ 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ ഇൻസ്ട്രക്ഷൻസ് RL അല്ലെങ്കിൽ RR. സോ RL പറയുമ്പോൾ റൊട്ടേറ്റ് ലെഫ്റ്റ് ആണത് ഉദ്ദേശിക്കുന്നത്. RR പറയുമ്പോൾ റൊട്ടേറ്റ് റൈറ്റ്. ഇതൊക്കെ നമ്മൾ കുറച്ച് ഓർത്ത് വയ്ക്കേണ്ട ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. ഇതൊക്കെ സിംഗിൾ ഓപ്പറേഷൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ANL, ORL, XRL. ഇതൊക്കെ ഗേറ്റ് ഫങ്ഷൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. ഇവിടെ 2 ഓപ്പറൻറ്റ് അല്ലെങ്കിൽ 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആൻഡ് ചെയ്യണമെങ്കിൽ ഏത് നമ്പറായിട്ടാണ് നമ്മൾ ആൻഡ് ഫങ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 2 ഓപ്പറൻറ്റ് വേണം. ഓർ ഫങ്ഷൻ ഒരു നമ്പർ വിത്ത് എന്നത് നമ്പർ നമുക്ക് ഓർ ഫങ്ഷൻ ചെയ്യാം. അതേമാതിരി XOR ഫങ്ഷൻ 2 നമ്പർ. സോ 2 ഓപ്പറൻറ്റാണ് വേണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് സിംഗിൾ ഓപ്പറൻറ്റ് ക്ലിയർ A. അവിടെ രണ്ടാമത്തെ ഓപ്പറൻറ്റ് ഇല്ല. A എന്ന് പറയുന്നത് അക്യുമുലേറ്റർ മാത്രമാണ് അവിടെ ഒരു ഓപ്പറൻറ്റ്. അതേ സ്വാപ്പ് A എന്ന് പറയുന്ന ഒരു ഓപ്പറൻറ്റ് മാത്രമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സോ ആദ്യത്തെല്ലാം സിംഗിൾ ഓപ്പറൻറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. രണ്ടാമത്തത് ANL, ORL പിന്നെ XRL. ഈ 3 ഗേറ്റ് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്. സോ 2 ഓപ്പറൻറ്റ് ആണ് ഇവിടെ ആവശ്യം. സോ ഇവിടെ ANL ഉദ്ദേശിക്കുന്നത് പെർഫോം ബിറ്റ് വൈസ് ലോജിക്കൽ ആൻഡ് ഓഫ് 2 ഓപ്പറൻറ്റ്സ് ബോത്ത് ബിറ്റ് ആൻഡ് ബൈറ്റ് ഓപ്പറൻറ്റ് ആൻഡ് റിട്ടേൺസ് റിസൾട്ട് ടു ദ ലൊക്കേഷൻ ഓഫ് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ്. ഇവിടെ നമ്മൾ ഒരു ഓപ്പറൻ്റായി നമ്മൾ അക്യുമുലേറ്ററിനെ നമുക്ക് യൂസ് ചെയ്യാം.
സോ അതിൻ്റെ റിസൾട്ട് വരുന്നത് നമ്മുടെ അക്യുമുലേറ്ററിലായിരിക്കും. XORൽ OR ഫംഗ്ഷൻ ചെയ്യുന്നത് രണ്ട് ഓപ്പറൻറ്റ്, ഇവിടെ രണ്ട് ഓപ്പറൻറ്റിന് ആവശ്യമുണ്ട്. അതേമാതിരി XOR ആകുമ്പോൾ എക്സ്ക്ലൂസീവ് OR ഫംഗ്ഷൻ ചെയ്യുന്നതാണ് നമ്മുടെ XOR അത് XRL ഇൻസ്ട്രക്ഷൻസ്. പിന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ANL A,RN ആൻഡ് രജിസ്റ്റർ ടു അക്യുമുലേറ്റർ. ആൻഡ് ഫംഗ്ഷൻ അക്യുമുലേറ്ററിലും രജിസ്റ്ററിലും തമ്മിലുള്ള നമ്പേഴ്സിനെ ആൻഡ് ആയിട്ട്, ഇപ്പോൾ 1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, 1 0 ആണെങ്കിൽ 0, ഇതാണ് ആൻഡ് ഫംഗ്ഷൻ. സോ ആൻസർ വരുന്നത് സെയിം അക്യുമുലേറ്ററിൽ തന്നെയാണ്. ANL A, ഡയറക്റ്റ് ബൈറ്റ് ആയിട്ട് നമുക്ക് ആൻഡ് ഫംഗ്ഷൻ ചെയ്യാം വിത്ത് നമ്മുടെ അക്യുമുലേറ്റർ. സോ ഇവിടെ എല്ലാം കൊമ വെച്ചിട്ട് ഒരു നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതേമാതിരി സിംഗിൾ ഓപ്പറേറ്റർ, ഇപ്പോൾ ക്ലിയർ, CPL, RL അവിടെയെല്ലാം നോക്കുമ്പോൾ സിംഗിൾ ഓപ്പറൻറ്റ്. സോ A എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ കാണും. XRL, ORL, ANL ഇതൊക്കെ 2 ഓപ്പറൻറ്റ്, 2 ഓപ്പറൻറ്റാണ് ഇതിന് ആവശ്യം. സോ സെയിം നമ്മൾ ആൻഡിൽ എന്താ ചെയ്തത് അതൊക്കെ നമ്മൾ ORLലും ചെയ്യാം. A,RN അത് ഇതിലും ഉണ്ട്. അതേമാതിരി A, ഡയറക്റ്റ്, A,@RI ഇൻഡയറക്റ്റ് ചെയ്യാം. A,#data ഡയറക്റ്റ്, ഡയറക്റ്റ്, #data. സോ സെയിം ഫങ്ഷൻസ് നമുക്ക് OR ഫങ്ഷൻസിൽ ചെയ്യാം. A,RN. സോ അങ്ങനെ പറയുമ്പോൾ OR രജിസ്റ്റർ വിത്ത് അക്യുമുലേറ്റർ OR ഫംഗ്ഷനാണ് ചെയ്യുന്നത്. രജിസ്റ്ററും അക്യുമുലേറ്റർ തമ്മിലുള്ള OR ഫംഗ്ഷനാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് OR ഡയറക്റ്റ് ബൈറ്റ് ടു അക്യുമുലേറ്ററുമായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് OR ഫംഗ്ഷൻ ചെയ്യാം. പിന്നെ ഇൻഡയറക്റ്റ് R1 അല്ലെങ്കിൽ R0യിലുള്ള ലൊക്കേഷൻ, അതിലുള്ള നമ്പേഴ്സിന് ലൊക്കേഷനായിട്ട് എടുത്തിട്ട് ആ ലൊക്കേഷനിൽ ഏത് നമ്പറുള്ളൂ അതും നമ്മുടെ അക്യുമുലേറ്ററും OR ഫംഗ്ഷൻ ചെയ്യാം. അഗെയിൻ ORL A,#data ഇമ്മീഡിയറ്റ് ഡാറ്റയാണ്, അത് അക്യുമുലേറ്റർ ആയിട്ട് നമുക്ക് OR ഫംഗ്ഷൻ ചെയ്യാം. പിന്നെ ഡയറക്റ്റ്, A പറയുമ്പോൾ OR അക്യുമുലേറ്റർ വിത്ത് ഡയറക്റ്റ് ബൈറ്റ്. അതേമാതിരി XOR ഫംഗ്ഷനും നമുക്ക് രജിസ്റ്ററും അക്യുമുലേറ്ററും ഡയറക്റ്റും, അതേമാതിരി അക്യുമുലേറ്റർ വിത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അത് @RI. അക്യുമുലേറ്റർ വിത്ത് ഡാറ്റ ഡയറക്റ്റായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക അക്യുമുലേറ്റർ ആയിട്ട്. പിന്നെ ഡയറക്റ്റ്, #data എക്സ്ക്ലൂസീവ് ഓർ ഇമ്മീഡിയറ്റ് ഡാറ്റ ഓർ ഡാറ്റ ടു ഡയറക്റ്റ് ബൈറ്റിലേക്ക് നമുക്ക് ചെയ്യാം. ഇനിയുള്ളതാണ് സിംഗിൾ ഓപ്പറാൻഡ്. ക്ലിയർ A അക്യുമുലേറ്ററിന് ക്ലിയർ ചെയ്തു, അക്യുമുലേറ്റർ 0 ആയി. CPL A കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്ററുള്ള നമ്പറിനെ കോംപ്ലിമെൻറ്റ് ചെയ്തു, 0 1 ആയി, 1 ഉള്ളതെല്ലാം 0 ആയിട്ടാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുക. RL A റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ്, നമ്പേഴ്സിനൊക്കെ നമുക്ക് ലെഫ്റ്റ് നമ്പേഴ്സായിട്ട് മാറ്റാം. ഇപ്പോൾ 0 0 0 1 ഉണ്ടെങ്കിൽ അതിന് ഇങ്ങോട്ട് 1 0 0 ആയിട്ട് നമുക്ക് മാറ്റാം, റൊട്ടേറ്റ് ചെയ്യാം. അതേമാതിരി RLC റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് ത്രൂ ക്യാരി ഉൾപ്പെടെ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാം. RR റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ്. RRC റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് ത്രൂ ക്യാരി. സ്വാപ്പ് നിബിൾസ് വിതിൻ ദ അക്യുമുലേറ്റർ, നിബിൾസിനെ സ്വാപ്പ് ചെയ്യുക. ലോവർ ഓർഡറും ഹയർ ഓർഡറും നിബിൾസിനെ നമുക്ക് സ്വാപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്വാപ്പ് A. ഇതൊക്കെ സിംഗിൾ ഓപ്പറൻറ്റ് ഫങ്ഷൻസ് ആണ്. ഇതൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ A, CPL A അങ്ങനത്തെ നമ്മൾ, അല്ലെങ്കിൽ സ്വാപ്പ് A നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഉള്ളതാണ് കൺട്രോൾ ട്രാൻസ്ഫർ ഫങ്ഷനാണ്. സോ ഇവിടെ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അൺകണ്ടീഷണൽ കോൾസ്, റിട്ടേൺസ് ആൻഡ് ജംപ്സ് ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാംസിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഫങ്ഷൻസ് റിട്ടേൺ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്. അല്ലെങ്കിൽ ജമ്പ് ചെയ്യണം, ഏതെങ്കിലും ഒരു yes or no ക്വസ്റ്റ്യൻസ് ഉണ്ട്, യെസ് ആണെങ്കിൽ ഇവിടെ ജമ്പ് ചെയ്യണം, നോ ആണെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ A കോൾ ഉണ്ട്, അതേമാതിരി L കോളാണ്. നമ്മളിവിടെ നമ്മുടെ സാധാ പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നത് 2 ബൈറ്റ് അഡ്രസ്സായ A കോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ഡിലേ ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് A കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിലേ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതേമാതിരി L കോൾ അത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നമ്മുടെ ലാബിൽ ചെയ്യുന്നവർക്ക് L കോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ A കോൾ 2 ബൈറ്റ് അഡ്രസ്സായ L കോൾ
എൽ കോൾ എ കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുക, അതെങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, ആ ഡിലേ ഫങ്ഷൻസിനെ എങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. സപ്പോസ് ഒരു LED ബൾബ് ഒരു 5 സെക്കൻഡ്സ് അത് ഗ്ലോ ചെയ്യണമെങ്കിൽ ആ 5 സെക്കൻഡ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ 5 സെക്കൻഡ് അത് ഗ്ലോ ആവും, പിന്നെ ഓഫ് ആവും. വീണ്ടും 5 സെക്കൻഡ് ഓഫ് ആയ ശേഷം വീണ്ടും 5 സെക്കൻഡ് അത് ഓൺ ആവണമെങ്കിൽ ആ ഡിലേ കോൾ നമ്മൾ ചെയ്യണം. സോ ആ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എ കോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് RET പറയും. RET പറയുന്നത് റിട്ടേൺ അഡ്രസ്സാണ്. സപ്പോസ് ഏതെങ്കിലും പ്രോഗ്രാംസ് എഴുതുമ്പോൾ റിട്ടേൺ ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ റിട്ടേൺ പോകേണ്ടത്, ആ സ്റ്റാക്ക് രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സാണ് റിട്ടേൺ ട്രാൻസ്ഫർ കൺട്രോളായിട്ട് RET പറയുന്ന അഡ്രസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് AJMP, LJMP, SJMP. അതിൻ്റെ ഷോർട്ട് ഫോമായ AJMP, LJMP, SJMP. സോ ഇവിടെ AJMP, LJMP, പിന്നെ നമ്മുടെ SJMP. AJMP പറയുമ്പോൾ അബ്സല്യൂട്ട് ജംപ്, LJMP പറയുമ്പോൾ ലോങ് ജംപ്, SJMP പറയുമ്പോൾ ഷോർട്ട് ജംപ്. ഈ മൂന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഷോർട്ട് ജംപ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ ഷോർട്ട് ജംപ് യൂസ് ചെയ്യും. പിന്നെ LJMP അല്ലെങ്കിൽ പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് നമ്മൾ ജംപ് ചെയ്യണം, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ജംപ് ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് ജമ്പിങ് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ AJMP, ലോങ് ജംപ്, SJMP ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഉള്ളത് ജംപ് അറ്റ് A+DPTR. നേരത്തെ പറഞ്ഞ ഇൻഡെക്സ്ഡ് അഡ്രസ്ഡാണ് ഇത്. ഇൻഡെക്സ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആ DPTRൻ്റെ അഡ്രസ്സും പിന്നെ അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും ആഡ് ചെയ്തിട്ട് നമുക്ക് ജംപ് അഡ്രസ്സിലേക്ക് അതിനെ ജംപ് നമുക്ക് ഇൻസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഉള്ളത് ഇതിൽ തന്നെ കണ്ടീഷണൽ ജമ്പാണ്. ഇത് കൺട്രോൾഡ് ജമ്പാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ കണ്ടീഷണൽ ജമ്പ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആ കണ്ടീഷൻ എസ് ആണെങ്കിൽ ജമ്പ് ചെയ്യണം, നോ ആണെങ്കിൽ എവിടെ ജമ്പ് ചെയ്യണം, അതാണ് നമ്മൾ കണ്ടീഷൻ ജമ്പ്. അതിൽ ആദ്യത്തെ JZ ജംപ് ഈഫ് അക്യുമുലേറ്റർ ഈസ് 0. അപ്പോൾ JZ പറയുമ്പോൾ ജംപ് 0, അക്യുമുലേറ്റർ 0 ആണെങ്കിൽ JZ 0 ജംപ് 0. അക്യുമുലേറ്ററിനെയാണ് ഉദ്ദേശിക്കുന്നത്. അക്യുമുലേറ്റർ 0 ആണെങ്കിൽ ജംപ് ചെയ്യണം. അപ്പോൾ JZ ആ അഡ്രസ്സിൽ എവിടെയാണ് നമുക്ക് ജംപ് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് മെമ്മറി അഡ്രസ്സാണ് നമ്മളവിടെ കൊടുത്താൽ മതി. JNZ ജംപ് ഈഫ് ദ അക്യുമുലേറ്റർ ഈസ് നോട്ട് 0. അക്യുമുലേറ്റർ 0 അല്ലെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് ജംപ് ചെയ്യണം. കാരണം അവിടെ നമ്മൾ വേറൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് JNZ 0 ആണെങ്കിൽ JZ, നോ 0 ആണെങ്കിൽ JNZ. നെക്സ്റ്റ് ഉള്ളത് JCയും JNCയും. JC പറയുമ്പോൾ ക്യാരി 0 ആണെങ്കിൽ JC പറയുമ്പോൾ ഇഫ് ദ ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് പറയുന്നത് 1 ആണ്, നോട്ട് സെറ്റ് പറയുമ്പോൾ 0 ആണ്. ക്ലിയർ? സോ ക്യാരി 1 ആണെങ്കിൽ ജംപ് ചെയ്യണം, അതാണ് JC. ക്യാരി ഉണ്ടെങ്കിൽ ജംപ് ചെയ്യണം. സോ അത് എന്താണ്, ക്യാരി വന്നു, സോ ഒരു ക്യാരി ഉണ്ടാകുമ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഈ സെറ്റിലേക്ക് ജംപ് ചെയ്യണം. സോ JC യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് JNC ക്യാരി ഇല്ല. സോ ക്യാരി ഇല്ലെങ്കിൽ JNC ആ ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലാണ് പ്രോഗ്രാമിലേക്ക് പോകേണ്ടത് ആ ലൊക്കേഷൻ നമുക്ക് കൊടുക്കാം. JB പെർഫോംസ് എ ജംപ് ഇഫ് ദ ഡയറക്ട്ലി അഡ്രസ് ബിറ്റ് ഈസ് സെറ്റ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് കോഡ് ഏതെങ്കിലും ഒരു ബിറ്റ് അഡ്രസ്സിനെ നമുക്ക് പോയിൻ്റ് ചെയ്തിട്ടാണ് എഴുതുന്നതാണ് JB. സോ ആ ബിറ്റ് അഡ്രസ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് ജംപ് ചെയ്യണം. അങ്ങനെ JB ആ ലൊക്കേഷൻ അങ്ങനെ കൊടുക്കാം. അതിൽ തന്നെ സെറ്റ് അല്ലെങ്കിൽ നോട്ട് സെറ്റ് ആണെങ്കിൽ JNB അത് യൂസ് ചെയ്യാം. ആ ബിറ്റ് 0 അല്ല, 0 ആണെങ്കിൽ JNB, 0 അല്ല സെറ്റ് ആയിട്ടുണ്ട് പറയുമ്പോൾ JB യൂസ് ചെയ്യാം. JBC performs a jump if the directly addressed bit is set and then clears the directly addressed bit. സെറ്റായി വീണ്ടും അത് ക്ലിയർ ചെയ്തു, അങ്ങനത്തെ കണ്ടീഷൻ. ഇതൊക്കെ കുറച്ച് കോംപ്ലെക്സ് പ്രോഗ്രാംസ് ചെയ്തുമ്പോൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ ഇത്രയിൽ
JZ, JNZ, JC, JNC, JB, JNB, JBC. ഇതിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ JNC, അക്യുമുലേറ്റർ 0 അല്ലെങ്കിൽ ജംപ് നോ 0, അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നൊന്ന് JNC, ക്യാരി സെറ്റ് ആയില്ലെങ്കിലും JNC. ഈ രണ്ട് ഫങ്ഷൻസാണ് നമ്മുടെ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. അതിനേക്കാൾ വലിയ പ്രോഗ്രാംസ് ചെയ്തുമ്പോഴാണ് ബാക്കി ഇൻസ്ട്രക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യം. CJNE, ഇത് കമ്പയർ ചെയ്യുന്നതാണ് ഒരു ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ അത് 0 അല്ല, അത് നോട്ട് ഈക്വൽ, അല്ലെങ്കിൽ രണ്ടിന് മൈനസ് ചെയ്ത് നോക്കുമ്പോൾ അത് ഈക്വൽ അല്ല, അത് നോട്ട് ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യണം. ആ ലൊക്കേഷൻ അഡ്രസ്സ് അതിൻ്റെ CJNE, നെക്സ്റ്റ് അതിൻ്റെ 0 ഈക്വൽ അല്ലെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് മാറണം. സോ അങ്ങനത്തെ അഡ്രസ്സ് കൊടുക്കാനാണ് CJNE, ഈക്വൽ അല്ലെങ്കിൽ കൊടുക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് DJNZ, ഡിക്രിമെൻറ്റ് ജംപ് നോൺ 0. ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് നോക്കാം, അപ്പോൾ 0 അല്ലെങ്കിൽ ജമ്പ് ചെയ്യണം. ഡിക്രിമെൻറ്റ് ജംപ് നോ 0. ഒന്ന് മൈനസ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ 2 ആണുള്ളത്, 2 - 1 ചെയ്ത് നോക്കും, അപ്പോൾ 1 ആയി. 1 പറയുന്നത് നോട്ട് ഈക്വൽ ടു 0, നോ 0. സോ അത് ജമ്പ് ചെയ്യണം. ആ ഒരു അഡ്രസ്സ് കൊടുത്താൽ അവിടത്തേക്ക് ജമ്പ് ചെയ്യും. ഇനിയിപ്പോൾ 1 ആണ് നമ്മുടെ കയ്യിലുള്ളത്, ഡിക്രിമെൻറ്റ് ചെയ്ത് 1 ആണ് കയ്യിലുള്ളത്. 1 - 1 0, സോ 0 ആയി. 0 ആകുമ്പോൾ നെക്സ്റ്റിലേക്ക് പോകും. സോ ഈ ഫങ്ഷൻസ് നമ്മൾ ചില സ്ഥലത്ത് യൂസ് ചെയ്യാറുണ്ട്. ഡിക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു നമ്പേഴ്സ് 10 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുള്ളത്, 10 നമ്പറിൽ ലാർജസ്റ്റ് നോക്കണം. അപ്പോൾ ഓരോ നമ്പർ നമ്മൾ എടുത്ത് നോക്കും. സോ ഓരോ നമ്പർ എടുത്തും 10 നമ്പറാണ് നോക്കേണ്ടത്. സോ 10 ആകുമ്പോഴത്തേക്ക് 0 ആണ്. സോ 10 - 1 അങ്ങനെ ഡിക്രിമെൻറ്റ് കൊടുക്കും. അത് ഒരു നമ്പർ എടുക്കുമ്പോൾ അത് 9 ആവും, രണ്ടാമത്തെ നമ്പർ എടുക്കുമ്പോൾ 8 ആവും. സോ 2 നമ്പർ എടുത്തു, ഇനി 8 നമ്പർ ബാക്കിയുള്ളത്. അങ്ങനെ ഓരോ നമ്പർ എടുത്ത് നോക്കുമ്പോൾ ആ അവസാനത്തെ നമ്പർ എടുക്കുമ്പോൾ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 0. 10 നമ്പർ നമ്മൾ എടുത്ത് കഴിഞ്ഞു. അപ്പോഴാണ് അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് DJNZ. നെക്സ്റ്റുള്ള ഇൻറ്ററപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ RETI, ഇൻറ്ററപ്റ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ ഇത് ജമ്പ് ചെയ്യേണ്ടത്, അതാണ് RETI. അതിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ നമുക്ക് RETI ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാം. ഇനി ആ കൺട്രോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻസ്ട്രക്ഷൻസിനെ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ക്ലിയർ C പറയുമ്പോൾ ക്ലിയർ ക്യാരി ഫ്ലാഗിനെ 0 ആക്കും. ക്ലിയർ ബിറ്റ്, ഏതെങ്കിലും ഒരു ബിറ്റാണ് നമുക്ക് ക്ലിയർ ചെയ്യണം, അപ്പോൾ ആ ബിറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് അതിനെ ക്ലിയർ ചെയ്യാം. സെറ്റ് C, ക്യാരി ഫ്ലാഗിനെ സെറ്റ് ചെയ്യും, 1 ആയി മാറ്റും. സെറ്റ് B, ഏതെങ്കിലും ബിറ്റ് അഡ്രസ്സും കൊടുക്കാം. CPLC, ക്യാരി ഫ്ലാഗിനെ മാറ്റുക, 0 ഉണ്ടെങ്കിൽ 1 ആക്കുക, 1 ഉണ്ടെങ്കിൽ 0 ആക്കുക, CPL കൊടുത്തിട്ട്. CPL ബിറ്റ്, ഏതെങ്കിലും ഒരു ബിറ്റ് നമ്പർ കൊടുത്തിട്ട് അതിനെയും നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ ANL, അതിൽ C, ബിറ്റ് ആൻഡ് ഡയറക്റ്റ് ബിറ്റ്, ക്യാരി ഫ്ലാഗുമായിട്ട് നമുക്ക് ആൻഡ് ഫങ്ഷൻ ചെയ്യാം. അതേമാതിരി ആൻഡ് കോംപ്ലിമെൻറ്റ് ഡയറക്റ്റ് ടു കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ബിറ്റ് ടു ക്യാരി ചെയ്യാം. പിന്നെ ഓർ ഫങ്ഷൻ ചെയ്യുക, സെയിം ANL എങ്ങനെ ചെയ്തു അതേമാതിരി ഓർ ഫങ്ഷൻ ചെയ്യാം. പിന്നെ മൂവ് C, ബിറ്റ്, മൂവ് ഡയറക്റ്റ് ബിറ്റ് ഇൻ ടു ക്യാരി ഫ്ലാഗിലേക്ക് നമുക്ക് നമ്പേഴ്സിന് 1 അല്ലെങ്കിൽ 0 നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേമാതിരി ക്യാരി ഫ്ലാഗിനുള്ളത് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഇതെല്ലാം കുറച്ച് കോംപ്ലക്സ് പ്രോഗ്രാംസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ കോൾ, ആ അബ്സല്യൂട്ട് സബ് റൂട്ടീൻ കോളാണ്. നെക്സ്റ്റ് നമ്മൾ ഡിലേ എല്ലാം കൊടുക്കുന്നുണ്ടോ അതിൻ്റെ കാൽക്കുലേഷന് കൊടുത്ത സബ് റൂട്ടീൻ, അതിൻ്റെ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ടോ അത് സബ് റൂട്ടീൻ, അതിനെ കോൾ, അതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. കോൾ, ലോങ് സബ് റൂട്ടീൻ കോൾ. നെക്സ്റ്റ് RET, റിട്ടേൺ ഫ്രം സബ് റൂട്ടീൻ. ഈ ഡിലേ കൊടുത്ത ശേഷം ഡിലേയുടെ താഴെ നമ്മൾ റിട്ടേൺ കൊടുക്കണം. എന്നാൽ കോൾ നമ്മൾ കൊടുത്തു അല്ലെങ്കിൽ കോൾ നമ്മൾ കൊടുത്തു വിചാരിച്ചോളൂ. അപ്പോൾ അത്രയും സമയം, ഇപ്പോൾ 5 സെക്കൻഡ് ആണെങ്കിൽ 5 സെക്കൻഡ് ആയ ശേഷം അത് വീണ്ടും ആ പ്രോഗ്രാമിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോഴാണ് നമ്മൾ RET നമ്മൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും തിരിച്ച് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. അതിന് RETI ഇൻറ്ററപ്റ്റ് ഉണ്ടെങ്കിൽ ജംപ്, അബ്സല്യൂട്ട് ജംപ്, ലോങ് ജംപ്, അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, എവിടെയാണ് പോകേണ്ടത് പറഞ്ഞിട്ട്. ജംപ്, അത് ഷോർട്ട് ജമ്പാണ്. നമ്മുടെ ഒരു പ്രോഗ്രാം ഇവിടെ വരെ നമ്മുടെ റീഡ് ചെയ്താൽ മതി, നമ്മുടെ പോയിൻ്റർ ഇവിടെ വരെ റീഡ് ചെയ്താൽ മതി, അത്രയേ നമ്മുടെ പ്രോഗ്രാമുള്ളൂ. അപ്പോൾ അതേ ലൊക്കേഷൻ തന്നെ ഷോർട്ട് ജമ്പായി കൊടുത്താൽ എന്തോ അതേ ലൊക്കേഷൻ വീണ്ടും റീഡ് ചെയ്ത് പോകേണ്ടത്. സോ അത് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയില്ലെങ്കിൽ എന്നാൽ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പായി നടത്താം.
സോ മൈക്രോ കൺട്രോളറിന് ഒരു സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മുടെ പ്രോഗ്രാംസ് എവിടെ നമുക്ക് റീഡ് ചെയ്യണോ അവിടെ ആകുമ്പോൾ എസ് ജമ്പ് കൊടുത്താൽ മതി. സോ അത്രയും പ്രോഗ്രാം അത് റീഡ് ചെയ്യും. അതിൻ്റെ നെക്സ്റ്റിലേക്ക് പോകാതിരിക്കാനാണ് എസ് ജമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എഗെയിൻ നമ്മുടെ ഇൻഡെക്സ്ഡ് അഡ്രസ്സ് കൊടുക്കുന്നത് ജമ്പ് അഡ്രസ്സ് കൊടുക്കുക. A+DPTR ആയിട്ട് കൊടുക്കുക. JZ 0 അക്യുമുലേറ്റർ 0 ആണെങ്കിൽ ജമ്പ് ആക്കാം. 0 അല്ലെങ്കിൽ ജമ്പ് ആക്കണമെങ്കിൽ JNZ കൊടുക്കണം. JC ജമ്പ് ഇഫ് ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ്. ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ ജമ്പ് ചെയ്യണം. ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ എവിടെ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ JNC യൂസ് ചെയ്യണം. പിന്നെ ബിറ്റ് അഡ്രസ് ആണ്, അത് JB JNB നമുക്ക് വലിയ ആവശ്യമില്ലാത്തതാണ്. ഇല്ലെങ്കിൽ JBC. പിന്നെ CJNE ഇതും അങ്ങനെയാണ്. ഈക്വൽ ആണോ പറഞ്ഞ് നോക്കിയിട്ടാണ്. ഈക്വൽ അല്ലെങ്കിൽ അത് ജമ്പ് ചെയ്യും. അത് അക്യുമുലേറ്ററും ഡാറ്റയുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നോക്കിയിട്ടാണ് ജമ്പ് ചെയ്യുന്നത്. പിന്നത്താണ് DJNZ ഡിക്രിമെൻറ്റ് 0 ഡിക്രിമെൻറ്റ് ജമ്പ് നോൺ 0 ഡിക്രിമെൻറ്റ് രജിസ്റ്റർ ആൻഡ് ജമ്പ് ഇഫ് നോട്ട് 0. അതിൻ്റെ ആൻസർ 0 അല്ലെങ്കിൽ ജമ്പ് ചെയ്യണം. അത് രജിസ്റ്റേഴ്സ് തമ്മിലും ചെയ്യാം, രജിസ്റ്ററും പിന്നെ നമ്പറുമായിട്ടും നമുക്ക് ചെയ്യാം. NOP പറയുമ്പോൾ നോ ഓപ്പറേഷൻ, നോപ്പ് പറയുമ്പോൾ പിന്നെ ഓപ്പറേഷൻ ഇല്ല പറഞ്ഞിട്ട്, അത് എസ് ജമ്പിൻ്റെ പകരമായിട്ട് നമുക്ക് ഇടുന്നതാണ്. നോപ്പ് ആ ഒരു ഓപ്പറേഷൻ ഇല്ല പറഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈമിംഗ് ആൻഡ് ഡിലേ സബ് റൂട്ടീൻസ് ആണ്. സോ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ ടൈമിങ് ഡിലേ കോളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഇൻ്റർഫേസിങ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആവശ്യം. സപ്പോസ് ഒരു മോട്ടർ നമുക്ക് റൺ ചെയ്യണം, 5 സെക്കൻഡ് റൺ ചെയ്യണം, അല്ലെങ്കിൽ 10 സെക്കൻഡ് ഒരു മോട്ടർ റൺ ചെയ്യണം. സപ്പോസ് DC മോട്ടർ ആണെങ്കിൽ ഒരു 10 സെക്കൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൺ ചെയ്യണം, വീണ്ടും സ്റ്റോപ്പ് ആവണം, വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് 10 സെക്കൻഡ് റൺ ചെയ്യണം. സോ അങ്ങനത്തെ ടൈമിങ്സ് വരുമ്പോൾ ആ ഡിലേ കോൾ നമ്മൾ ചെയ്യണം. സോ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ടൈമിംഗ് ആൻഡ് ഡിലേ സബ് റൂട്ടീൻ. ഇതിങ്ങനെയാണ് ഒരു മൈക്രോ കൺട്രോൾ നമ്മൾ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കൗണ്ടർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൗണ്ടറിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ അത് ഒരു 10 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 നമ്പേഴ്സ് ആയോ പറഞ്ഞ കൗണ്ടർ വെക്കണം. അതേമാതിരി ഇപ്പോൾ ഓരോ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എത്ര സെക്കൻഡ് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ എത്ര മിനിറ്റ്സ് ചെയ്യണം അത് നോക്കാൻ വേണ്ടിയിട്ട് ടൈമിങ്സ് വേണം, അതിൻ്റെ ടൈം ഡിലേ വേണം. സോ അതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള കൗണ്ടർ വിത്ത് ടൈം ഡിലേ രണ്ട്, എത്ര കൗണ്ട് ചെയ്യണം, എത്ര സമയം യൂസ് ചെയ്യണം, എത്ര ടൈംസ് ചെയ്യണം, നിങ്ങൾ രണ്ടും ഒന്ന് ചെയ്യണമെങ്കിൽ കൗണ്ടർ വിത്ത് ടൈം ഡിലേ നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഫ്ലോ ചാർട്ട് ഉണ്ട്. ഈ ഫ്ലോ ചാർട്ടിൽ ഫ്ലോ ചാർട്ട് ഓഫ് ടൈം ഡിലേ, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ ഫിഗറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ ഫിഗർ ലോഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് നമ്പർ ഇൻ ദ രജിസ്റ്റർ. നെക്സ്റ്റ് അതിൻ്റെ താഴെ വരുന്നത് ഡിക്രിമെൻറ്റ് ദ രജിസ്റ്റർ. നെക്സ്റ്റ് കണ്ടീഷനിൽ രജിസ്റ്റർ കണ്ടൻറ്റ് ഈക്വൽ ടു 0 ഈസ് രജിസ്റ്റർ കണ്ടൻറ്റ് ഈക്വൽ ടു 0. അത് യെസ് ആണെങ്കിൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോവുക, നോ ആണെങ്കിൽ എഗെയിൻ ബാക്ക് വരണം, വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യണം. സോ ഇവിടെ ഒരു ടൈം ഡിലേ ഓരോന്ന് ഇങ്ങനെ എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റാണ് ഫ്ലോ ചാർട്ട് ഓഫ് കൗണ്ടർ വിത്ത് ടൈം ഡിലേ. അവിടെ ഇനിഷ്യൽ നമ്പർ ലോഡ് ചെയ്തു, പിന്നെ ഡിസ്പ്ലേ ഉണ്ടാവും എത്ര കൗണ്ട് പറഞ്ഞിട്ട്, പിന്നെ ടൈം ഡിസ്പ്ലേ എത്ര ടൈമായി പറഞ്ഞിട്ട്, പിന്നെ ഡിക്രിമെൻറ്റ് നമ്മൾ ഡിക്രിമെൻറ്റ് വിചാരിക്കാം. ഫൈനൽ കൗണ്ട് 0 ആയോ, 0 അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ നോ പറയണം, വീണ്ടും ആ ഡിസ്പ്ലേയിലേക്ക് പോകും, അവിടുന്ന് വീണ്ടും താഴെ വന്നിട്ട് ഡിക്രിമെൻ്റ് ആവും, വീണ്ടും 0 നോക്കും. അങ്ങനെ ആ ടൈം എത്ര കൗണ്ട് ചെയ്തും എത്ര പ്രാവശ്യം നമ്മൾ ഈ റൗണ്ട് ചെയ്തും പിന്നെ എത്ര ടൈം ഡിക്രിമെൻ്റ് ചെയ്തു അതിൻ്റെ ടൈം കാൽക്കുലേഷൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇനി ടൈം ഡിലേ ജനറേഷൻ ആൻഡ് കാൽക്കുലേഷൻ. ഇതിൽ ഓരോ ഇൻസ്ട്രക്ഷൻസിനും എത്ര മെഷീൻ സൈക്കിൾസ് വേണം പറഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മുടെ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ പറയുന്നത് 11.0592 MHz ഓസിലേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓരോ ഓസിലേഷൻ്റെ എത്ര ടൈം, ഫ്രീക്വൻസി അറിയുമ്പോൾ എത്ര ടൈം നമുക്ക് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് പോവാം. സോ ഡിലേ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഡിലേ സബ് റൂട്ടീൻ കൺസിസ്റ്റ് 2 പാർട്സ്, സെറ്റിംഗ് എ കൗണ്ടർ, എ ലൂപ്പ്. ഒരു ലൂപ്പ് വേണം, ഒരു കൗണ്ടർ വേണം നമുക്ക്.
സോ അതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ വീണ്ടും നമ്മളൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ പറയാം മോസ്റ്റ് ഓഫ് ദ ടൈം ഡിലേ ഈസ് പെർഫോംഡ് ബൈ ദ ബോഡി ഓഫ് ദ ലൂപ്പ് ഫോർ 3 ഡിഫറെൻറ്റ് 8051 ബേസ് സിസ്റ്റം പീരിയഡ് മെഷീൻ സൈക്കിൾ കാൽക്കുലേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി ആസ് ഫോളോസ്. സോ ഇവിടെ നമുക്കുള്ളത് 11.0592 മെഗാ ഹെർട്സിൻ്റെ ക്രിസ്റ്റൽസാണ്. ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ ഓരോ അതിൻ്റെ ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ ഒരു ക്ലോക്ക് പൾസ് നമുക്ക് കിട്ടും. അതാണ് 921.6 കിലോ ഹെർട്സ്. അതാണ് മെഷീൻ സൈക്കിൾ. സോ അതിന് ടൈമിൽ ചെയ്യുമ്പോൾ 1 ബൈ ആ ഫ്രീക്വൻസി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു സൈക്കിളിൻ്റെ മെഷീൻ സൈക്കിൾ 1 ബൈ 921.6 കിലോ ഹെർട്സ് ചെയ്യുമ്പോൾ 1.085 മൈക്രോ സെക്കൻഡാണ് നമ്മുടെ ഒരു മെഷീൻ സൈക്കിളിൻ്റെ ടൈം. ക്ലിയർ? ഇതിപ്പോൾ 11.0592 മെഗാ ഹെർട്സ് ആണെങ്കിൽ മാത്രമാണ് ഈ ടൈം. ഇനി അത് 16 മെഗാ ഹെർട്സ് ആണെങ്കിൽ നമ്മുടെ ഒരു മെഷീൻ സൈക്കിളിൻ്റെ ടൈം എന്ന് പറയുന്നത് 0.75 മൈക്രോ സെക്കൻഡാണ്. പിന്നെ ക്വിക്കായി സ്പീഡായി. ഇനി 20 മെഗാ ഹെർട്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു മെഷീൻ സൈക്കിൾ പറയുന്നത് 0.6 മൈക്രോ സെക്കൻഡാണ്. സോ ഫ്രീക്വൻസി കൂടുമ്പോൾ മെഷീൻ സൈക്കിളിൻ്റെ ടൈം കുറവാകും. മെഷീൻ സൈക്കിളിൻ്റെ ടൈം കുറവാകുമ്പോൾ എന്താണ് നമ്മുടെ ഓപ്പറേഷൻ സ്പീഡായി നടത്തും. സോ ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടേഴ്സൊക്കെ ഈ മെഗാ ഹെർട്സ് ഒന്നല്ല, വളരെ ഗിഗാ ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഗിഗാ ഹെർട്സിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രയും ഫാസ്റ്റ് ഓപ്പറേഷനാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 11.0592 ആ മെഗാ ഹെർട്സ് ആണെങ്കിൽ നമ്മുടെ ഒരു ഓപ്പറേഷന് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ലൈൻ നമുക്ക് വായിച്ച് തീർക്കണമെങ്കിൽ, ഒരു പ്രോഗ്രാം 10 ലൈൻ ഉണ്ടെങ്കിൽ ഒരു ലൈൻ വായിച്ച് തീർക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന മിനിമം ടൈമാണ് 1.085 മൈക്രോ സെക്കൻഡാണ്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ 111 ഇൻസ്ട്രക്ഷൻസിൽ 49, 45 പിന്നെ 17 ഇങ്ങനെ മെഷീൻ സൈക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏത് ഇൻസ്ട്രക്ഷൻസാണ് ഒരു മെഷീൻ സൈക്കിൾ, ഏത് ഇൻസ്ട്രക്ഷൻസാണ് 2 മെഷീൻ സൈക്കിൾ, ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസാണ് 3 മെഷീൻ സൈക്കിൾസ്, അത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ടൈം ഡിലേ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ എത്ര ടൈമൊക്കെ വേണം പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ 3 മെഷീൻ സൈക്കിൾസിൻ്റെ 17 ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 1.085 into 3. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ തന്നെ നമുക്ക് 1.085 into 3 അത്ര മൈക്രോ സെക്കൻഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. സോ ഇതിൽ ടേബിൾ നമുക്ക് കൊടുത്തത് നമ്മൾ യൂസ് ചെയ്ത മൈക്രോ കൺട്രോളിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി പറയുന്നത് 11.0592 മെഗാ ഹെർട്സ് ആണ്. സോ ഒരു സൈക്കിൾ പറയുന്നത് 1.085 മൈക്രോ സെക്കൻഡാണ്. സോ ഇവിടെ മൂവ് R3, #55. സോ മൂവ് R3 രജിസ്റ്ററിലേക്ക് 55 പറയുന്ന ഡാറ്റ, ഇമ്മീഡിയറ്റ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. സോ ഇതൊരു മെഷീൻ സൈക്കിൾ പറയുന്ന ഒരു സൈക്കിൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്, സിംഗിൾ മെഷീൻ സൈക്കിളിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ അവിടെ ടൈം പറയുന്നത് 1 into 1.085 മൈക്രോ സെക്കൻഡാണ്. സോ ടൈം ഈസ് സെയിം 1.085 സെക്കൻഡ്. ഇനി ഇതിൽ മൂന്നാമത്തത് ABC, മൂന്നാമത്തത് DJNZ-R2. പിന്നെ ടാർഗറ്റ് പറയുന്നത് ആ ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 5000 പറയുന്ന ലൊക്കേഷൻ ആണെങ്കിൽ 500 വരും. സോ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ ഇവിടെ മെഷീൻ സൈക്കിൾ 2 വേണം. 2 മെഷീൻ സൈക്കിൾസ് ടൈമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ 2 into 1.085 മൈക്രോ സെക്കൻഡ്. സോ ടോട്ടൽ ടൈം ആ ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ മൈക്രോ കൺട്രോൾ യൂസ് ചെയ്യുന്ന ടൈം പറയുന്നത് 2.17 മൈക്രോ സെക്കൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി താഴെ ഏറ്റവും ലാസ്റ്റുള്ളത് നോക്കുവാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാണ് 4 മെഷീൻ സൈക്കിൾ യൂസ് ചെയ്യും. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞു 1 മെഷീൻ സൈക്കിൾ, 2 മെഷീൻ സൈക്കിൾ, പിന്നെ 3 മെഷീൻ സൈക്കിൾസ്, ഇങ്ങനെയുള്ള ഓപ്പറേഷൻ. ഇതൊരു സ്പെഷ്യൽ ഫങ്ഷൻ, ആക്ച്വലി ഫങ്ഷനാണ് മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത്. ഇതിനെ ഒരു എക്സ്ട്രാ നമ്മൾ ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ നമ്മൾ 3 മെഷീൻ സൈക്കിൾ പറയും, ബട്ട് ഹയർ ഓർഡർ ചെയ്യുമ്പോൾ 4 മെഷീൻ സൈക്കിൾസ് ആവശ്യമുണ്ട്. സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 മെഷീൻ സൈക്കിൾസ് യൂസ് ചെയ്യണമെങ്കിൽ 4 into 1.085 മൈക്രോ സെക്കൻഡ്. സോ 4.34 മൈക്രോ സെക്കൻഡ്. ഇത്ര ടൈം എടുക്കും അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്.
പക്ഷേ ഇതൊക്കെ മൈക്രോ സെക്കൻഡ് ആയതുകൊണ്ട് നമ്മൾ ജനറലായി നമുക്കിതൊരു ഡിലേ ആയിട്ട് ഒന്നും കാണുമില്ല, നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആൻസറിലേക്ക് കിട്ടും മൈക്രോ സെക്കൻഡ് ആയതുകൊണ്ട്. സോ വലിയൊരു പ്രോഗ്രാമാണെങ്കിൽ, വളരെ വലിയ പ്രോഗ്രാമാണെങ്കിൽ ഇത്രയും ടൈം ഉണ്ടെങ്കിൽ അത്രയും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണം അതൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ഡിലേ ഫങ്ഷൻസൊക്കെ, ഇത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള എത്ര സമയമാണ് പറഞ്ഞ കാൽക്കുലേഷനാണ്. ഇനി നമ്മുടെ ഡിലേ കാൽക്കുലേഷൻസൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് പറയുന്ന ലേബിളാണ് മൂവ് എ കൊമ #40H, പിന്നെ മൂവ് P1, എ കോൾ ഡിലേ, പിന്നെ CPL-A, SJump റിപ്പീറ്റ്. സോ ഇവിടെ SJump റിപ്പീറ്റ് എന്ന് പറയുന്നത് ആ ലൊക്കേഷൻ തന്നെ കൊടുക്കും നമ്മൾ. സോ അവിടെ തന്നെ സ്റ്റോപ്പ് ആവത്. സോ ഫസ്റ്റ് വൺ മൂവ് എ കൊമ #40. സോ 40 പറയുന്ന നമ്പർ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി മൂവ് P1, A. ഇവിടെ P1 ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഒരു പോർട്ടാണ്. അപ്പോൾ ഇവിടെ P1 തന്നെ എഴുതുന്ന പകരം ആ പോർട്ടിൻ്റെ അഡ്രസ്സ് നമുക്ക് എഴുതാം. സോ ആ പോർട്ടിലേക്ക് നമ്മൾ അക്യുമുലേറ്ററിൽ എന്താ നമ്പറിലോ അത് നമ്മൾ സ്റ്റോർ ചെയ്തു. ആ പോർട്ടിൽ നമ്മളിപ്പോൾ LED ആണെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ LED ആ 40 അതിൻ്റെ കോമ്പിനേഷനിൽ നമുക്ക് അത് ഗ്ലോ ചെയ്യും. നെക്സ്റ്റ് എ കോൾ ഡിലേ. അപ്പോൾ പോർട്ടിലേക്ക് നമ്മൾ എയിലുള്ള നമ്പേഴ്സിനെ 40 നമ്മൾ സെൻഡ് ചെയ്തു. അപ്പോൾ അതിൽ 100 ആ ഫോർമാറ്റിലായിരിക്കും അത് ആദ്യത്തെ കത്തും, പിന്നെ 0 പിന്നെ ലോഫ് ആയിരിക്കും. ആ ഫോർമാറ്റിലായിരിക്കും അത് ഗ്ലോ ചെയ്യുന്നത്. പിന്നെ എ കോൾ ഡിലേ എത്ര ടൈം അത് ഗ്ലോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടൈം ഡിലേ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. SJumpൻ്റെ ശേഷമാണ് ടൈം ഡിലേ കൊടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ഡിലേ ലേബിൾ കൊടുത്തിട്ട്, ലേബിൾ പറയുന്നത് ആക്ച്വലി ഇവിടെ നമ്മുടെ മെമ്മറിയുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. മൂവ് R3, #100. R3ലേക്ക് 100 കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു, DJNZ R3. ഈ DJNZ ഡിക്രിമെൻറ്റ് ജംപ് നോ 0 R3യെ മൈനസ് ഡിക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ 99 അല്ല, 0 അല്ല, വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് കൊടുത്ത് നെക്സ്റ്റ് പറയും അവിടെ തന്നെയാണ് ഡിക്രിമെൻറ്റ്. നെക്സ്റ്റ് ഡിക്രിമെൻറ്റ് 98 ആയി, 0 അല്ല, വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്തു. ഇങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്ത് 100 ടൈംസ് ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് 0 കിട്ടും. 1 മൈനസ് ലാസ്റ്റ് 1 കിട്ടും. 1 മൈനസ് 0 ചെയ്യുമ്പോൾ 1 മൈനസ് 1 ചെയ്യുമ്പോൾ അത് 0 കിട്ടും. 0 ആകുമ്പോൾ എന്താണ് അത് നെക്സ്റ്റിലേക്ക് പോകുന്നത്. 0 ആണെങ്കിൽ, ഇതിപ്പോൾ നോൺ 0 ആണെങ്കിൽ മാത്രമാണ് നെക്സ്റ്റിലേക്ക് പോകേണ്ടത്, അതേ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്തുണ്ടാവും. 0 ആണെങ്കിൽ RET റിട്ടേൺ എവിടെ പോകും, നേരെ നമ്മുടെ എ കോൾ ഡിലേ എന്ന് പറയുന്ന അഡ്രസ്സിൽ അവിടത്തേക്കാണ് ഇത് റിട്ടേൺ ആവുന്നത്. റിട്ടേൺ കൊടുത്തിട്ടാകുമ്പോൾ അത് എ കോൾ എവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നോ അവിടെ തന്നെ അത് റിട്ടേൺ ആവും. സോ നമ്മുടെ LED എത്ര ടൈം ഗ്ലോ ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഒരു 1 സെക്കൻഡ് വെച്ചാൽ 100 സെക്കൻഡ്സ് അത് ഗ്ലോ ചെയ്തു വിചാരിക്കുക, ജസ്റ്റ് ഒന്ന്. അപ്പോൾ 100 സെക്കൻഡ് ഡിലേ കൊടുത്തു വിചാരിക്കുക. 100 സെക്കൻഡായി അത് വീണ്ടും നമ്മുടെ എ കോൾ ഡിലേയിലേക്കാണ് റിട്ടേൺ ആയി. വീണ്ടും CPL-A കോംപ്ലിമെൻറ്റ് ചെയ്തു. സോ ഇപ്പോൾ 100 എന്നുള്ളതെല്ലാം എന്താണ് 011 ആയി, അല്ല ഓഫുള്ളതെല്ലാം ഓണായി, ഓണുള്ളതെല്ലാം ഓഫായി. ക്ലിയർ. CPL കോംപ്ലിമെൻറ്റ് ചെയ്താണ്. ഓണുള്ള LED എല്ലാം നമ്മൾ ഓഫായിട്ടുള്ളതെല്ലാം ഓണായി CPL. പിന്നെ SJump റിപ്പീറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ അക്യുമുലേറ്ററിലേക്ക് നമ്പർ ഇട്ടു, ആ നമ്പറിനെ പോർട്ടിലേക്ക് ഇട്ടു. അപ്പോൾ ആ പോർട്ടിലുള്ള കണക്ട് ചെയ്ത എന്തെങ്കിലും ബൾബാണെങ്കിൽ ബൾബ് അത് ഗ്ലോ ചെയ്തുകൊണ്ടാവും. അത് എത്ര ടൈം ഗ്ലോ ചെയ്യാൻ പറഞ്ഞിട്ട് താഴെ നമ്മൾ ഡിലേ കൊടുത്തു. അത്ര ടൈം അത് ഡിലേ ആയി, വീണ്ടും റിട്ടേൺ ആകുമ്പോൾ എന്താ അതിനെ CPL ചെയ്തു, കോംപ്ലിമെൻറ്റ് ചെയ്ത് റിട്ടേൺ ഓർഡറിലാണ് അതിപ്പോൾ ഗ്ലോ ചെയ്യുന്നത്. അത് ആ ഡിലേ നെക്സ്റ്റ് നമ്മൾ ഡിലേ ഒന്നും കൊടുത്തില്ല, നെക്സ്റ്റ് റിപ്പീറ്റാണ് SJump റിപ്പീറ്റാണ് കൊടുത്തത്. നെക്സ്റ്റ് അത് അങ്ങനെ സ്റ്റോപ്പ് ആവും. ഇതാണ് നമ്മുടെ ഡിലേ കാൽക്കുലേഷൻ. സോ ഇവിടെ നമ്മൾ എത്ര ഡിലേ കൊടുത്തു പറഞ്ഞ കാൽക്കുലേഷൻ താഴെ നമ്മൾ വീണ്ടും ഞാൻ പറയാം. നേരത്തെ നമ്മൾ 100 സെക്കൻഡ്സ് ഒരു ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാൻ പറഞ്ഞത്. ആക്ച്വലി അത് 100 പറയുന്നത് ആക്ച്വലി എന്താണ്, ഡിലേ ഇവിടെ എത്രയാണ്, 100 × 2 + 11 × 1.085 മില്ലി സെക്കൻഡ്. സോ ടോട്ടൽ എത്ര സെക്കൻഡ് മൈക്രോ സെക്കൻഡ് അത് ഗ്ലോ ചെയ്ത് പറഞ്ഞാൽ 219.17 മൈക്രോ സെക്കൻഡാണ് അതിൻ്റെ ടൈം ഡിലേ നമുക്ക് കിട്ടിയത്. ഇവിടെ × 2 പറയുന്നത് വീണ്ടും അതേ ലൈൻ നമുക്ക് 2 പ്രാവശ്യം ഇങ്ങനെ റൊട്ടേഷൻ ആകുമ്പോൾ 2 ടൈംസ് നമുക്കത് റീഡ് ചെയ്യേണ്ടി വരും. ഡിക്രിമെൻറ്റ് ചെയ്തു, നെക്സ്റ്റിലേക്ക് പോയി, ഡിക്രിമെൻറ്റ് ചെയ്തു, നെക്സ്റ്റിലേക്ക് പോയി, ഡിക്രിമെൻറ്റ്. അപ്പോൾ അവിടെ 2 ടൈംസാണ് അത് ആക്ച്വലി വരുന്നത്. അത് വീണ്ടും നമ്മളൊരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുക, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ
100 ഇൻറ്റു 2 പ്ലസ് 1 അത് സ്റ്റാർട്ടിങ്ങും നമ്മുടെ റിട്ടേണും അതും കൂടിയിട്ടാണ് നമ്മൾ ടോട്ടൽ 1 + 1 കൊടുത്തത്. സോ ഇൻറ്റു അതിൻ്റെ ഓരോ സൈക്കിൾസിൻ്റെ ടൈമിംഗ് ആണ് 1.085 മൈക്രോസെക്കൻഡ്. സോ ടോട്ടൽ 219.17 മൈക്രോ സെക്കൻഡാണ് അതിൻ്റെ ടോട്ടൽ ഡിലേ കിട്ടിയത്. താങ്ക് യു.